കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലേഖനത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ കൃഷിയിടം നശിപ്പിക്കുന്ന അതുപോലെ വീടുകളിലെ ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയും ഓടിക്കാനുള്ള ചില കിടിലൻ ടിപ്സുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാനിത് ഉണ്ടാക്കി പലപ്പോഴായി കൃഷിയിടത്തിൽ പ്രയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. എലികൾ പലതരത്തിലുണ്ട്. വീട്ടിൽ കാണുന്ന എലികളും പറമ്പിൽ കാണുന്ന നമ്മുടെ കൃഷിയിടം നശിപ്പിക്കുന്ന പെരിച്ചാഴികൾ, പിന്നെ ചുണ്ടലി, അങ്ങനെ പല വിധത്തിലുണ്ട് എലികൾ. മനുഷ്യരുടെ സ്വത്തുക്കൾക്കും കൃഷിക്കും ഗണ്യമായ നാശം വരുത്തുകയും നിരവധി രോഗം പരത്തുകയും ചെയ്യുന്ന എലികളെ നശിപ്പിക്കാൻ സാധ്യമായ എല്ലാ വഴികളും നമ്മൾ പരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ എലികളെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്നും വീടുകളിൽ നിന്നും ഓടിക്കാനായി ആദ്യത്തെ ടിപ്പ് നോക്കാം. അതിനുവേണ്ടി 1 സ്പൂൺ നിറയെ ഉപ്പുപൊടി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചെറിയ കർപ്പൂരത്തിൻ്റെ കഷ്ണങ്ങൾ, നമ്മൾ ചെറിയ പാക്കറ്റിൽ ഗുളിക രൂപത്തിൽ വരുന്ന കർപ്പൂരം മതി. അതിൽ നിന്നും 2-3 കർപ്പൂരം എടുത്ത് ഉപ്പിൻ്റെ കൂടെ പൊടിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. അതിപ്പം അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, മൈദയോ എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ 2 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ അച്ചാറിലേക്കും ഒക്കെ ചേർക്കുന്ന സുർക്കയില്ലേ, അത് തന്നെ. അത് ഗോതമ്പ് പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. കൈകൊണ്ട് തന്നെ നല്ലവണ്ണം കുഴച്ചാൽ ശരിയാവും. നല്ല തിക്ക് പരുവമായാൽ ചെറിയ ഉരുളകളാക്കി എടുക്കണം. 2 സ്പൂൺ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് ഒരു 5-6 ഉരുളകളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. ഇനി ഉരുളകളുടെ നടുവിൽ കുറച്ച് കോട്ടൺ വൂള് പഞ്ഞി ചേർത്ത് അത് പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ ബോളുകളാക്കി മാറ്റിയെടുക്കണം. നമ്മളുണ്ടാക്കിയ ഈ ഗോതമ്പ് ഉരുളകൾ നമ്മുടെ അടുക്കള തോട്ടത്തിൽ പെരിച്ചാഴി ശല്യമുള്ള സ്ഥലത്തും മാളങ്ങളിലും അതുപോലെ വീടിനകത്ത് സ്റ്റോർ റൂമിലും മറ്റും എലിശല്യം ഉണ്ടെങ്കിൽ അവിടെയും പലയിടത്തായി ഇത് വെക്കണം. ഗോതമ്പിൻ്റെ മണം പിടിച്ച് എലികൾ എത്തുകയും അവ കഴിക്കുകയും ചെയ്യും. അതോടുകൂടി കർപ്പൂരത്തിൻ്റെയും വിനാഗിരിയുടെയും പഞ്ഞിയുമൊക്കെ അകത്ത് ചെന്ന് വയറിനകത്ത് പണി തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ചിലതൊക്കെ ചത്തുപോവുകയും മറ്റുള്ളവ കണ്ടം വിട്ട് ഓടുകയും ചെയ്യും. ഇതുകൂടാതെ പെരിച്ചാഴി എലി ഇല്ലാതാക്കാൻ മറ്റൊരു ടിപ്പ് കൂടിയുണ്ട്. ഇതിനായിട്ട് വേണ്ടത് നമ്മൾ പനിയുള്ളപ്പോൾ കഴിക്കുന്ന പാരസെറ്റമോൾ ഗുളിക, അത് 500 mg തന്നെ ആയിക്കോട്ടെ. അത് 3-4 എണ്ണം എടുക്കണം. പിന്നെ വേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഗോതമ്പ് പൊടിയോ ബ്രെഡ് പൊടിയോ ഏതെങ്കിലും ഒന്ന് 2 സ്പൂൺ വീതം എടുക്കണം. ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പാരസെറ്റമോൾ ഗുളിക നല്ലതുപോലെ പൊടിച്ച് ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് 1-2 കൂടി നല്ലപോലെ കുഴച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാതെ ഉരുളകളാക്കാനുള്ള പാകത്തിൽ കുഴച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ഉരുളകൾ ഉണ്ടാക്കി സന്ധ്യാസമയത്ത് പെരിച്ചാഴി ശല്യമുള്ള ഇടങ്ങളിലും മാളങ്ങളിലും വീടിനകത്ത് എലിശല്യം ഉണ്ടെങ്കിൽ അവിടെയും കൊണ്ടുപോയി വെക്കണം. ഇതിൻ്റെ മണം പിടിച്ച് വരുന്ന പെരിച്ചാഴിയും എലിയും അത് തിന്നാനിടയായാൽ കൂട്ടത്തോടെ ചത്തുപോവുകയും ചെയ്യും. എല്ലാത്തിനും ഉപരിയായി നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മുടെ കൃഷിയിടം നശിപ്പിക്കുന്ന പെരിച്ചാഴിയെയും അതുപോലെ വീടിനകത്ത് നാശം വരുത്തുന്ന നമുക്ക് നിരവധി രോഗങ്ങൾ പരത്തുന്ന എലിയെയും ഇല്ലാതാക്കാനുള്ള 2 ടിപ്പുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. നമുക്ക് എളുപ്പമെന്ന് തോന്നുന്ന ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്തായാലും അടുപ്പിച്ച് 1-2 ദിവസങ്ങളിൽ ആവർത്തിച്ചാൽ തീർച്ചയായും വളരെ മാറ്റമുണ്ടാകും. അപ്പോൾ ഇനി മറ്റൊരു അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.